പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കഞ്ഞിക്കുഴി റബ്ബർ ബോർഡ് റോഡിലാണ്. അപ്പം എൻ്റെ വൈഫ് ജോലി കഴിഞ്ഞെന്ന് ഈ വഴിയാണ് വരുന്നത്. അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു കുഴിക്കകത്ത് ചാടിയിട്ട് പെടലി ഇടറിപ്പോയി, രാത്രിയെല്ലാം പെടലിക്ക് വേദനയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് ടൗണിൽ പോയിട്ട് വന്നപ്പോൾ ആ കുഴി ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ സത്യമാണ്. അപ്പോൾ ആ കുഴിക്കകത്ത് ഞാനിവിടെ നോക്കി നിൽക്കി 1-2 വണ്ടിക്കാർ ചാടിയിട്ട് തെറിച്ചാ പോയത്. അവരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ്. അപ്പം ഈ കുഴി ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ്. അപ്പം ഇതിനെന്ത് പിന്നിൽ എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കോട്ടയം ടൗണിൽ തിരക്കിപ്പെടാതിരിക്കാൻ വേണ്ടി കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. നല്ല റോഡ് തന്നെയാണ്. പക്ഷേ ഈ റോഡിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു വലിയ കുഴിയാണ്. ആ കുഴി ഞാനതിൽ വന്നപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒത്തിരി വണ്ടിക്കാരവിടെ ചാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒത്തിരി തെരുതെര വണ്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ചിലപ്പോൾ നല്ല വഴിയായതുകൊണ്ട് ഈ കുഴി അത്ര ശ്രദ്ധിക്കത്തില്ല. സൈഡ് കൊടുക്കുമ്പോഴത്തേനൊക്കെ അങ്ങനെയാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അപ്പം ഞാനവിടെ ആദ്യം നിന്നപ്പോഴത്തന്നെ 2-3 വണ്ടിക്കാരത് ചാടിയിട്ട് തെറിച്ച വണ്ടി ചാടിയത്. അപ്പോൾ അവരൊന്നും റോഡിൽ വീഴാഞ്ഞാൽ അവരുടെ വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. ഇത് പൈപ്പിന് വേണ്ടി പൊട്ടിച്ചാന്ന് തോന്നുന്നു. അവർ പിന്നെ അതിനിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ജോലി കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. റോഡ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അവരത് ചെയ്തു കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് കാണിക്കുന്നില്ല, ഒരിടത്തും അത് കാണിക്കുന്നില്ല. ഈ റോഡ് ഇതിൻ്റെ കുഴിക്കകത്ത് വീണ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കുടുംബത്തിന് പോയി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴത്തേന് ഇതിങ്ങനെ വിടാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഇതൊരു മുന്നറിയിപ്പായിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണം. കാരണം അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ചാടുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ മുന്നറിയിപ്പായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കാൻ നോക്കിയിട്ട് ആ പരിസരത്തെങ്ങും ഒന്നും കാണുന്നില്ല. നോക്കാം അവിടെ എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കട്ടെ. ഇത്രയും വലിയ കുഴിയായതുകൊണ്ട് ഇത് ചുട്ടു പോരാനും ഒരു മടി. അപ്പോൾ അവിടെ പോസ്റ്റിൻ്റെ ചുവട്ടിലൊരു കോൺക്രീറ്റിൻ്റെ കഷ്ണമായിരുന്നു. അപ്പോൾ അതൊന്നെടുത്ത് തൽക്കാലം ആ കുഴിക്കകത്തിട്ടു. അതിനുശേഷം അവിടെ നമുക്ക് ശകലം എന്തേലും നോക്കാം, എന്തേലും ഒന്ന് ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഒരു ചേമ്പ് കിട്ടി. ചേമ്പ് എടുത്ത് അതിൻ്റെ അകത്തിട്ടു. അവിടെ വേറെ കല്ലൊന്നുമില്ല. എന്നാൽ പിന്നെ ഒരു ചെടി പറിക്കാൻ നോക്കി. ചെടി അത് ചോടോടെ മൊത്തത്തോടെ പോരുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പം അത് പറിക്കാൻ നോക്കി വലിയ പാടാണ്. അത് മൊത്തത്തോടെ കിട്ടിയത്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ ആ ചേമ്പിൻ്റെ മുകളിൽ 2 വണ്ടി ചാടി പോയി. ആ ചേമ്പ് പോയി. അപ്പോൾ ഇതിടാമെങ്കിൽ കുറച്ചും കൂടെ മാറ്റം വരും. അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇങ്ങനൊരു കുഴിയുടെ കാര്യം. അപ്പോൾ വരുന്ന വണ്ടിക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാറിയാണ് വണ്ടി പോകുന്നത്. 2 വീലറുകാരാണേലും മുകളിൽ നിന്ന് വരുമ്പോഴേ അത് കാണുന്നുണ്ട്. മഴയത്തൊക്കെ വരുന്നവരാണ് ബുദ്ധിമുട്ടുന്നത്. രാത്രിയിലൊക്കെ മഴ പെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ദയവ് ചെയ്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ആ കുഴിയൊന്ന് മൂടണം. അവിടെ ഒരു വലിയ അപകടം ഉണ്ടാകും. കാരണം വഴി നല്ലതായതുകൊണ്ട് വണ്ടിയെല്ലാം വിട്ട് വരുന്നൊരു വഴിയാണ്. അപ്പം പുറകിലൊക്കെ ആൾക്കാർ സ്കൂട്ടറിൻ്റെയൊക്കെ ഉണ്ട്, പിള്ളേരെയൊക്കെ ആയിട്ടിരിക്കുന്ന പോലീസ് വണ്ടി വന്നപ്പം പോലും അവർ ശ്രദ്ധിച്ചാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ട് ബൈക്കിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവർ ഇങ്ങനെ കുഴിക്കകത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ
ആ ചേമ്പിനിട്ട് പിടിച്ച കൈയെല്ലാം ചൊറിയാൻ തുടങ്ങി. അപ്പം നമുക്ക് കഞ്ഞിക്കുഴിയിലോട്ട് പോകുമ്പോഴത്തേന് അടുത്തടുത്ത് വീണ്ടും വെട്ടിപ്പൊളിക്കുന്നത് കണ്ടോ. ഇത് തന്നെയാണ് പരിപാടി. എല്ലാ റോഡും ഇതുപോലെ. ആരോട് പറയാനാ.